നമ്മുടെ കുട്ടിക്കാലം രസകരമാക്കിയതിന് മുത്തശ്ശി കഥകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ചില കഥകൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നതും ചിലത് ഭയപ്പെടുത്തുന്നതുമാകാം. അതിൽ നമ്മെ ആകർഷിച്ചിരുന്നത് യക്ഷി, മാടൻ, മർദ്ദ, ഒടിയൻ, പിന്നെ പൊട്ടി. നിന്ന സ്ഥലത്ത് നിന്ന് ലക്ഷ്യസ്ഥാനത്തെത്താതെ ചിലപ്പോൾ രാവിലെ വരെ ചുറ്റിക്കുന്നതാണ് പൊട്ടിയുടെ മായാജാലം. കൊടും കാടിനുള്ളിൽ കാലങ്ങളായി വസിച്ചു വന്നിരുന്ന ഒരു മന്ത്രവാദി. ആ മന്ത്രവാദിയുടെ കയ്യിൽ തലമുറകളായി കൈമാറിക്കിട്ടിയ മാന്ത്രിക ചെപ്പിനുള്ളിൽ ഒരു മാന്ത്രിക കല്ലുണ്ട്. ആ കല്ലിനൊരു പ്രത്യേകതയുണ്ട്. ആ ചെപ്പ് തുറന്ന് കല്ല് പുറത്തെടുക്കുന്നത് ആരായാലും അയാളെ ഭാവിയിലേക്കും ഭൂതകാലത്തിലേക്കും കൊണ്ടുപോകാനുള്ള ശക്തി അതിനുണ്ട്. അത് ചിലർക്ക് ദുഃഖവും ചിലപ്പോൾ സന്തോഷവുമായിരിക്കും ലഭിക്കുക. ഒരു ദിവസം ആ മാന്ത്രിക കല്ല് മന്ത്രവാദിയുടെ കയ്യിൽ നിന്നും നഷ്ടമായി. ആകാശക്കുടയിൻ താഴെ കാടിൻ നെഞ്ചിൻ നടുവിൽ ദൂരെ ആഘോഷങ്ങൾ പൂക്കുന്നുണ്ടേ പോരുകൂടെ. ചെമ്മാനച്ചെപ്പിൽ നിന്നും കള്ളിൽ മധുരം നുണയാനായി ഞാനും കൂടെ പോകുന്നുണ്ടേ, വേഗം വായോ. അടിയോടടി പൊടി പൊടി പൂരം അക്കിടി പറ്റിത്താളം തെന്നി ആവേശത്തിൻ കൊടുമുടി കയറി ചീറിപ്പാഞ്ഞേ. എല്ലാരും ഒത്തുപിടിച്ചാൽ മലയും കൂടെ പോരുന്നുണ്ടെന്നാരോ ചെവിയിൽ വണ്ടായി മെല്ലെ മൂളി തന്നേ. പടപേടിച്ചോടിപ്പാഞ്ഞും പടിപടി അടവുകൾ ചാടിക്കയറി തക്കിടകിടതൊക്കെ തട്ടിക്കൂട്ടി കേറിപ്പോണേ. തീരുന്നില്ല പാരിൽ വഴികൾ നീളെ നീളെ, പടയോട്ടം തുടരും ദൂരെ ദൂരെ. ആകാശക്കുടയിൻ താഴെ കാടിൻ നെഞ്ചിൻ നടുവിൽ ദൂരെ ആഘോഷങ്ങൾ പൂക്കുന്നുണ്ടേ പോരുകൂടെ. ചെമ്മാനച്ചെപ്പിൽ നിന്നും കള്ളിൻ മധുരം നുണയാനായി ഞാനും കൂടെ പോകുന്നുണ്ട്, വേഗം വായോ. സബാഷ് വാസേട്ടാ സബാഷ്. ആ പാട്ടൊന്ന് കേട്ടപ്പോൾ ശരിക്കും ലഹരി മുത്തു നിങ്ങളുടെ ചാരായത്തിന്. പക്ഷെ ആളെ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. കണ്ടിട്ടൊരു തറവാടി, നല്ല ഉത്തമ ലക്ഷണമുണ്ട്. എടാ, നിനക്ക് പണ്ടാരപ്പുറത്ത് ഭാസ്കരൻ മലയാളിനെ അറിയാം? ആ മുതലാളിയുടെ മൂത്ത ചേട്ടനാണ് പണ്ടാരപ്പുറത്ത് ചന്ദ്രൻ. എനിക്കിപ്പോഴും ശരിക്കാണ് മനസ്സിലായില്ല. ഇവിടെ നിനക്ക് മാത്രമേ ഭാസ്കരനെ അറിയാത്തുണ്ടാവുള്ളൂ. ഈ ഏട്ടനെ പോലെയല്ല, ഇയാൾ പാവം. പക്ഷേ ഭാസ്കരൻ അങ്ങല്ല. 2 കൊല്ലം മുന്നേ അല്ല, താനീ നാട്ടിൽ വന്നിട്ട് എത്ര കൊല്ലായി? അത് 1.5 കൊല്ലായി. എന്നാ കേട്ടോ, 2 അവന്മാരെ. ചുമ്മാ ദേഹത്ത് വീണതിന് ഷാപ്പിൽ നിന്ന് കുപ്പിയുണ്ട് തലക്കടിച്ച്. അപ്പം മുതലാളി ഇപ്പോൾ ജയിലിലാണോ? ആര്? മുതലാളിയാ? എടോ, എല്ലാ കേസും അവന്മാർ തല്ലിക്കെട്ടി വെച്ച് പോലീസ് ഓഫീസർമാർക്ക് ചോളയെറിഞ്ഞ് പാമ്പ് പടവുരുന്ന പോലെ സുഖമായി രക്ഷപ്പെട്ടു പോകുന്ന മുതലാ ആ മുതലാളി. അതിനുശേഷം മുതലാളിനെ കാണാനും കിട്ടിയിട്ടില്ല. ശരിയാ, എൻ്റെ പുതിയ ഷാപ്പിലോട്ട് വന്നിട്ടുമില്ല. അതുമാത്രമല്ല, മുതലാളിക്കിപ്പോൾ കല്യാണ്ടെന്നാ ചന്ദ്ര മുതലാളി പറഞ്ഞു. ഞാൻ ടൗണിലാകുമ്പോൾ മുതലാളിക്ക് സ്വന്തമായി വാറ്റി ഒഴിച്ചു കൊടുത്ത കൈയത്. അല്ല, ആളിപ്പോൾ എങ്ങോട്ടാ പോയി? ഒരു പാട്ടുകൂടി
പാടിക്കായിരുന്നു ആളെ കൊണ്ട്. മോനെ, തൽക്കാലം നീ ഇതിലുള്ള പാട്ടൊക്കെ കേൾക്ക്. രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം പ്രിൻസ് ഷാപ്പിലുണ്ടായ വാക്കുതർക്കത്തിൽ പണ്ടാരപ്പുറത്ത് ഭാസ്കരൻ നായർ എന്ന ആളെ ആക്രമിച്ച 2 പേർ ജയിൽ ചാർജ് രക്ഷപ്പെട്ടു പോയിട്ട് 2 ദിവസം തികഞ്ഞിട്ടും ഇതുവരെ പ്രതികളെ കിട്ടിയില്ല. ഒരാളുടേത് കാപ്പി കളർ ഷർട്ട്, കറുപ്പ് പാൻറ്, മറ്റാളുടെ പച്ച ഷർട്ട്, കറുപ്പ് മുണ്ടുമാണ് വേഷം. ഇത് ഭാസ്കരൻ ചേട്ടൻ്റെ. പ്രതികൾക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു. ഇവന്മാരിതെപ്പ ചാടിന്റെ ചക്കാലത്ത് മഹാദേവ. മുതലാളി ഒറ്റയ്ക്കാണല്ലോ കാട്ടിലൂടെ ഇങ്ങോട്ട് വരുന്നേ. എടാ ചന്ദ്ര, ഈ വിവരെങ്ങനെ മുതലാളി അറിയിക്കണ, ഒന്ന് സൂക്ഷിക്കാൻ. പറമ്പിൽ ഭാസ്കര മുതലാളി ഇപ്പൊ പെണ്ണുകൂട്ടുകാരെ പോയിച്ച് കുടിക്കാൻ പോകുന്നത് ഒളിച്ചും പാത്തും. കഴിഞ്ഞ 2 വർഷമായി പിന്നെ ഒറ്റയ്ക്ക് കിട്ടാനായിട്ടുള്ള അവസരത്തിനായി കാത്തിരിക്കുന്നു. ഇറങ്ങി വാടാ. കൊണ്ട് നിയമവും പോലീസും നിന്റെ കൂടെ. നിങ്ങളിങ്ങനൊന്നും പറയല്ലേ. കാരണം എനിക്കിതൊന്നും കേട്ടിട്ട് പേടിയാവുന്നില്ല. ചാര ഷാപ്പിൽ നിന്ന് അടി വാങ്ങിച്ച് അതല്ല ഞങ്ങൾ മറന്ന് വീട്ടിൽ പോയി പേടിച്ച് തൂറായി കേട്ടനെ കിടന്ന് പൊളക്കാതറ പന്ന മറ്റന്മാരെ. ഒരു മനസമാധാനം കിട്ടാൻ അങ്ങോട്ടൊക്കെ വരുന്നേ. അപ്പൊ നീയൊക്കെ കൂടിയാ ഇല്ലാണ്ടാക്കിയ നിന്നൊക്കെ ചുമ്മാ തല്ലല്ല, കാട്ടം പോണവരെ തല്ലിക്കൊന്നിരിക്കും. എന്താ നീ തല്ലടാ. എണീറ്റ് വേണ കൊടുക്കണ.
ഏട്ടാന്ന് ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. എന്നെ കൊണ്ട് വേറൊന്ന് വിളിപ്പിക്കരുത്. കഴിഞ്ഞ 3-4 മണിക്കൂറായി ഞാൻ ഈ കാട്ടിൽ ചുറ്റാൻ തുടങ്ങിയിട്ട്. പണ്ടാറാടങ്ങനായിട്ട് വിളിച്ചാലും കിട്ടില്ല. എടാ നീ ആ ഷാപ്പിൽ തലടിച്ച് പൊട്ടിച്ചന്മാരില്ലേ, അവർ ജയിലിൽ അടിയുന്നു. ഇപ്പം ഞാൻ റേഡിയോയിൽ കേട്ടു. നീ സൂക്ഷിക്കണം ഭാസ്കര, നിന്നെ അവർ തേടി പിടിച്ചെത്തും. എത്തുന്നല്ല, എത്തി. ഇന്നലെ ജയിലിൽ നിന്ന് SI വിളിച്ചിരുന്നു. നിന്റെ അടുത്തെങ്ങാനും വന്നാലെന്ത് തീർത്തേക്കാൻ. ഞാനവരെങ്ങും ക്ലോസ് ആക്കി. ആ കേസ് SI അങ്ങ് ക്ലോസ് ആക്കി. എന്നാ നീ അവിടെ വല്ലാണ്ട് നിൽക്കണ്ട. ആ വവ്വാലുവാസിൻ്റെ ചാര ഷാപ്പ് ആരെങ്കിലും കണ്ട ചോദിച്ചെങ്കിൽ പോര്. ഡോ, ഈ വാസുവിൻ്റെ ചാര ഷാപ്പ് എവിടെ? ഈ ബബ്ബാൽ വാസുവിൻ്റെ. എന്താടോ ഈ കാട്ടിലൊറ്റയ്ക്ക്? വഴി വല്ലതും തെറ്റിപ്പോയോ? ഈ കാടിൻ്റെ ഒരു സ്വഭാവം അത്. അതോ ഇനി വല്ല കാട്ടുപന്നിയെയോ കാട്ടുമൊയിലെയോ പിടിക്കാൻ ഇറങ്ങിയതാണോ? തമാശക്ക് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ വാസു
ബൊബ്ബാലുവാസിന്റെ ഷാപ്പ് അറിയോ? വ്യക്തമില്ല. അല്ല അവരെന്തിനാ അവിടെ അടി കൂടുന്നു? അടി കൂടിയേ? ആര്? ഇവിടെ എങ്ങനെ ആരും അടി കൂടാറില്ല. എടോ വിഡ്ഢി, 150 കൊല്ലം പഴക്കമുള്ള വീടാത്. ഇവിടെ എങ്ങനെ ആരും വരാറില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പോ താനും ഞാനും അല്ലാതെ വേറൊരു മനുഷ്യജാതി ഇല്ല. എടോ, താനി കൊടുത്തുകാരനാണോ? ഇവിടെയുള്ള വീടിന് വല്ല കുഴപ്പമുണ്ടോ? തനിക്കൊന്നൂടെ തലയ്ക്ക് സുഖമല്ലേ? ഒരു വീട് ഇവിടെ എവിടെയൊരു വീട്? നോക്ക്, ഇവിടെ എവിടെയാണ് വീട്? ഞാൻ കണ്ടതാ, ഒരു വലിയ വീട്. ഒരാൾ അല്ല, 3 ആൾ. താൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഒരു 150 കൊല്ലം മുന്നേ. ഇപ്പോൾ തറവാട്ടിൽ അവസാന കണ്ണിയായിട്ട് ഒരാൾ മാത്രമേ അവിടെയുള്ളൂ. എന്നിട്ട് അയാളെ കണ്ട എനിക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാം, അല്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം കിട്ടില്ല. അയാൾ ആ പറമ്പിൽ ഒരു കല്ലുണ്ട്, അതിന് മുകളിലിരിക്കും. ആർക്കും ഒരു ഉപദ്രവമില്ലാതെ. സത്യമായിട്ട് ഇവിടെ എന്താ നടക്കുന്നത്? പിന്നൊരു നിമിഷം കൊണ്ട് എല്ലാം വാങ്ങിപ്പോയി. അത് കൊള്ളാം. അപ്പോൾ നീ ഇപ്പോൾ നിൽക്കുന്നത് എനിക്ക് കൃത്യമായി വിരിച്ച സ്ഥലത്ത് തന്നെയല്ലേ താനിപ്പോൾ നിൽക്കുന്നേ?
ആ